എന്റെ ഉപനിധി, എന്റെ ഓഹരി, അങ്ങെന്റെ നിക്ഷേപമേ, എന്റെ ആശ്രയമേ, എന്റെ മറവിടമേ, എന്നെന്നും സംഗീതമേ. മാർവിൽ ചാരിടാം, എല്ലാം പറയാം, വിശ്വസ്തനവൻ, വീരനാണവൻ. മാർവിൽ ചാരിടാം, എല്ലാം പറയാം, വിശ്വസ്തനവൻ, വീരനാണവൻ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ഈശോ ഇതാ നമ്മുടെ ഭവനങ്ങളിലേക്ക് മഹത്വത്തോടെ ഇറങ്ങി വന്നിരിക്കുന്നു. നമുക്കവനിൽ വിശ്വസിക്കാം, നമുക്കവനിൽ ആശ്രയിക്കാം. നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റുമെന്ന് വാക്ക് പറഞ്ഞവൻ നമ്മുടെ ജീവിതത്തെ സമസ്ത മേഖലകളെയും അനുഗ്രഹിച്ച് ഒരനുഗ്രഹമാക്കുന്ന സമയങ്ങളാണ്. വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗാവസ്ഥകൾ, നമ്മുടെ തളർച്ചകൾ, നമ്മുടെ ശൂന്യതകൾ, അസ്വസ്ഥത നിറഞ്ഞ നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾ, ഇവയെല്ലാം സ്നേഹത്തോടെ സമർപ്പിക്കാം. വിശ്വാസത്തോടെ നമുക്കവനെ ഒന്ന് തൊടാം. TV സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്ന ദിവ്യകാരുണ്യനാഥനെ കരങ്ങൾ നീട്ടി നിങ്ങളിപ്പോൾ സ്പർശിക്കുക. പ്രിയമുള്ളവരെ, അവനിൽ നിന്ന് ശക്തി പുറപ്പെടുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിക്കുന്ന വചനത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 25, 26, 27 തിരുവചനങ്ങൾ നമ്മൾ കാണുകയാണ്. അനേകം വൈദ്യന്മാരെ മാറി മാറി കണ്ടിട്ടും തൻ്റെ രോഗത്തിന് ശമനം വരാത്തൊരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അനേകം തവണ ഞാനും നീയും അതൊക്കെ ധ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ അവൾ തൊട്ടതുപോലെ ഒരു തൊടിയിൽ ഈ സമയങ്ങളിൽ നിൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിൽ നിനക്കൊന്ന് തൊടാൻ കഴിയുമോ? പ്രിയപ്പെട്ടവർ, ഈ രാത്രിയിൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെടുകയാണ്. നിൻ്റെ കുടുംബത്തിലേക്ക്, നിൻ്റെ ജീവിത സാഹചര്യത്തിലേക്ക്, നിൻ്റെ തളർന്ന ശരീരത്തിലേക്ക്, രോഗഗ്രസ്തമായ ശരീരഭാഗങ്ങളിലേക്ക് അവനിൽ നിന്നിതാ ശക്തി പുറപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ചുകൊണ്ട് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ രോഗാവസ്ഥകൾ, നിങ്ങളുടെ പ്രതികൂലങ്ങൾ എന്തുമാകട്ടെ, അവന് പരിഹരിക്കാൻ കഴിയാത്തത് ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ നിർബന്ധിക്കുകയാണ്. ജീവിതം തകർന്നു, മടുത്തു, ആത്മഹത്യ ചെയ്താൽ മതിയെന്ന് ചിന്തിക്കുന്ന ചില ജീവിതങ്ങളെ ഈ രാത്രി കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തെ കരങ്ങൾ പിടിച്ചുയർത്താൻ, വീണ്ടും വഴി തുറക്കാൻ കർത്താവ് നിന്നെ വിളിക്കുകയാണ്. നീ ഒന്ന് ഉണരാൻ കർത്താവ് പറയുന്നു. അവൻ്റെ നേരെ കരം നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട്, എൻ്റെ കർത്താവേ, ഒരു വിടുതൽ അയക്കണമേ, ഒരു സൗഖ്യം അയക്കണമേ. ഉള്ളു തുറന്ന്, ഹൃദയം തുറന്ന്, സ്വരമുയർത്തി, ചങ്കുപൊട്ടി ഒറ്റ വിളി വിളിക്കാമോ? യേശുവേ, ശക്തി പുറപ്പെടുന്നു, ശക്തി
യേശുവിൻ നാമത്താൽ സൗഖ്യം, സൗഖ്യം. യേശുവിൻ നാമത്താൽ വിടുതൽ, യേശുവിൻ നാമത്താൽ സൗഖ്യം, യേശുവിൻ നാമത്താൽ വിടുതൽ, യേശുവിൻ നാമത്താൽ സൗഖ്യം, യേശുവിൻ നാമത്താൽ വിടുതൽ. അവനെ സ്പർശിക്കുക. യേശുവിൻ നാമത്താൽ സൗഖ്യം, വിശ്വാസത്തോടെ സ്പർശിക്കുക. യേശുവിൻ നാമത്താൽ വിടുതൽ, യേശുവിൻ നാമത്താൽ സൗഖ്യം, യേശുവിൻ നാമത്താൽ വിടുതൽ, യേശുവിൻ നാമത്താൽ സൗഖ്യം. ഒരിക്കൽ കൂടി ഇരുകരങ്ങളും ഉയർത്തി വിടുതൽ അയച്ചുകൊണ്ടിരിക്കുന്ന സ്വീകരിക്കുക, സ്വീകരിക്കുക, വിശ്വസിക്കുക. ഇതാ എന്റെ ശരീരത്തിൽ കർത്താവിന്റെ സൗഖ്യം ഒഴുകുന്നു, കർത്താവിന്റെ അത്ഭുത ശക്തി പ്രവഹിക്കുന്നു. ഒരിക്കൽ കൂടി വിളിക്കാം, യേശുവേ. ആരാധന, 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 ആരാധന. വിടുതൽ നിറയുന്നു, സൗഖ്യം നിറയുന്നു, അത്ഭുത ശക്തി ഒഴുകുന്നു. ആരാധന, 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 ഇത് സംഭവിക്കട്ടെ, ഇത് സംഭവിക്കട്ടെ, ഇത് സംഭവിക്കട്ടെ യേശുനാമത്തിൽ. 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 കരൾ സംബന്ധമായ രോഗത്താൽ മരണത്തോടടുത്തിരിക്കുന്ന ഏതാനും വ്യക്തികളെ, 5 വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നു, വിടുവിക്കുന്നതായിട്ട് ഒരു സന്ദേശം ലഭിക്കുന്നു. നമുക്കൊന്ന് നന്ദി പറയാം, നമുക്കൊന്നുകൂടെ വിളിക്കാം, യേശുവേ. ആരാധന, 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 ആരാധന. കുടലിലെ ക്യാൻസർ രോഗം വന്ന് ട്രീറ്റ്മെൻ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന 4ഓളം വ്യക്തികളെ ഇപ്പോൾ കർത്താവ് സ്പർശിക്കുന്നു. അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വലതുകരം കൊണ്ട് അവരുടെ ശിരസിൽ തടവി കർത്താവ് ഇപ്പോൾ അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ രോഗികളും പ്രാർത്ഥിക്കട്ടെ, കർത്താവേ എന്നെ തൊടാതെ കടന്നു പോകരുതേ. ഓ കർത്താവേ, നിന്റെ ശക്തി ഇപ്പോൾ ഒഴുകിയിറങ്ങട്ടെ. ശാലോം ടിവിയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ രോഗികളെ, വൈദ്യശാസ്ത്രം കൈവിട്ടപ്പെട്ട എല്ലാ രോഗികളെയും തൊടണമേ, എല്ലാവരെയും സൗഖ്യപ്പെടുത്തണമേ. ആരാധന, 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 ആരാധന. അനേകം കുടുംബങ്ങളില് തൻ്റെ സാന്നിധ്യം കൊണ്ട് കർത്താവ് ആ കുടുംബങ്ങളെ വീണ്ടും പടുത്തുയർത്തുന്നു. കഠിനമായ നിരാശയ്ക്ക് അടിമപ്പെട്ട കുടുംബങ്ങള്, സാമ്പത്തിക ഞെരുക്കം മൂലം മരണത്തിനായി ചിന്തിക്കുന്ന ചില കുടുംബങ്ങളിൽ നിന്ന് ചില വ്യക്തികളെ കർത്താവ് ഈ രാത്രി കരങ്ങൾ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതായിട്ട് ഒരു സന്ദേശം ലഭിക്കുന്നു. ആരാധന, 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 ആരാധന. പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മാത്യു എന്ന് പേരുള്ള ഒരു സഹോദരനെ പ്രത്യേകമായി കർത്താവ് ഇപ്പോൾ സ്പർശിച്ച് അനുഗ്രഹിച്ച് വിടിവിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. സ്നേഹത്തോടെ, സ്നേഹത്തോടെ, വിശ്വാസത്തോടെ അവൻ്റെ അടുക്കലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. 38 വർഷമായി കുളക്കടവിൽ കിടന്നവൻ, അവൻ്റെ പ്രത്യാശ നശിച്ചില്ല. അവൻ്റെ സങ്കടങ്ങൾക്ക് പരിഹാരം കിട്ടുന്നതിന് വേണ്ടി വിശ്വാസത്തോടെ അവൻ കാത്തിരുന്നു. ദൈവദൂതന്മാർക്ക് മുകളിലുള്ള അവൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം അവൻ്റെ ഓർമ്മയിൽ നിലനിന്നു. ഇതാ ഒരു സുപ്രഭാതത്തിൽ നസ്രായനായവൻ ആ കുളക്കടവിലേക്ക് കടന്നു വന്ന് അവനോട് പറയുകയാണ്, കിടക്കയും എഴുന്നേറ്റ് നീ പോവുക, നീ കുളത്തിൽ ഇറങ്ങേണ്ടതില്ല. ഇതാ ഈ രാത്രി അനേകരോട്, ജീവിതം തകർന്നവരോട്, മടുത്തവരോട്, നിരാശയിലിരിക്കുന്ന ജീവിതങ്ങളെ കർത്താവ് വിടുവിക്കുന്നു. അവനിതാ
ഇതാ പറയുന്നു, നീ എഴുന്നേൽക്കുക, നീ എഴുന്നേൽക്കുക. വീണ്ടും ഉണർവോടെ യാത്ര തുടരാൻ ഇതാ നിന്നെ ഞാൻ സ്പർശിക്കുന്നു. യേശുവേ എന്നൊന്ന് വിളിക്കാം, ശക്തിയോടെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ആരാധന 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 ആരാധന. ബെത്സയിദാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു. വൈകല്ലേ എന്റെ മോചക. നിങ്ങളുടെ കരങ്ങൾ നിങ്ങളുടെ ശിരസിൽ, നിങ്ങൾ ആയിരിക്കുന്ന കുടുംബാന്തരീക്ഷത്തിലോ സമൂഹത്തിലോ എവിടെയായിരുന്നാലും നിങ്ങളുടെ വലത് കരം നിങ്ങളുടെ ശിരസിൽ കമിഴ്ത്തി വെക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുറിവുള്ള കരമാണ് നിൻ്റെ ശിരസിൽ ഈ രാത്രിയിൽ പകരമായി നീ വെക്കുന്നത് എന്ന് ധ്യാനിച്ച് വിശ്വസിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുക. കാൽവരി എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട എൻ്റെ കർത്താവേ, അവിടെ ചൊരിഞ്ഞ തിരിച്ചോര എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലേക്കും അങ്ങയുടെ സൗഖ്യശക്തി ഇപ്പോൾ ഒഴുകട്ടെ. രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത് എന്ന് ലേവ്യർ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. ആ വചനപ്രകാരം കർത്താവിൻ്റെ വിലതിരാത്ത അമൂല്യമായ രക്തത്താൽ ഈ സമയങ്ങളിൽ ഇതാ സകലരും കഴുകപ്പെടുന്നു. പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് വിമോചനം ലഭിക്കുന്നു. വലിയ പരിശുദ്ധി കൊണ്ട് ഇതാ ശാലോം ടിവിയുടെ മുമ്പിലിരുന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ഓരോ ജീവിതങ്ങളെയും കർത്താവിന്റെ പരിശുദ്ധ രക്തം ഇപ്പോൾ കഴുകുന്നു, വിടുവിക്കുന്നു. യേശുവേ എന്ന് വിളിക്കാമോ? ആരാധന ആരാധന ആരാധന. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, അമൂല്യമായ രക്തം ഇതാ സകല കുടുംബങ്ങളുടെ മേലും വീണുകൊണ്ടിരിക്കുന്നു. സകല ജീവിതങ്ങളുടെ മേൽ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ശാപബന്ധങ്ങൾ തകർക്കപ്പെടുന്നു. സാത്താന്യ കോട്ടകൾ യേശുവിന്റെ തിരുനിണത്തിന്റെ യോഗ്യതയാൽ തകർന്നു മാറിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവിന്റെ രക്തം കഴുകട്ടെ, 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 യേശുവിന്റെ രക്തം കഴുകട്ടെ. കണ്ണുകൾ തുറന്ന് ഇമവെട്ടാതെ ദിവ്യകാരുണ്യനാഥനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അവൻ എന്തൊക്കെയോ നിന്നോട് പറയുന്നു. എൻ്റെ കുഞ്ഞെ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നു. ഇന്നലകളിൽ വാരിക്കോരി നിനക്ക് ഞാൻ നന്മകൾ അനുഗ്രഹങ്ങൾ തന്നില്ലേ? നന്ദി പറയാം. അവനായി നമ്മുടെ ജീവിതത്തെ ഈ രാത്രിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതം ഏറെ അനുഗ്രഹം പ്രാപിക്കും. നമ്മളൊരു ദേശത്തിനും സമൂഹത്തിനും സഭയ്ക്കും ഒരു അനുഗ്രഹമായി നല്ല കർത്താവ് മാറ്റും. അവനോടുള്ള അടങ്ങാത്ത സ്നേഹം, അടങ്ങാത്ത സ്നേഹം. പ്രിയപ്പെട്ടവരെ, നിയമാവർത്തനം 30:20 നമ്മളിങ്ങനെ വായിക്കും, നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവൻ്റെ വാക്ക് കേട്ട് ജീവിക്കുക. ജീവനും നന്മയും അനുഗ്രഹവും ഒഴുകും. നമുക്ക് അവനോട് ഹൃദയം തുറന്ന് പറയാം, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. സമർപ്പിക്കാം. ബലിപീഠത്തിൽ ദിവ്യകാരുണ്യൻ മഹത്വത്തോടെ ഇരിക്കുന്നല്ലോ. അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്തവൻ്റെ സമർപ്പണത്തോട് ചേർത്ത് നമ്മുടെ ഈ ജീവിതത്തിലെ കൊച്ചായുസിൻ്റെ കാലഘട്ടം നല്ല ഈശോയ്ക്ക് സമർപ്പിക്കാം. അവന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യ വളർച്ചയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് പാടാം. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഒരുപാട് ഒരുപാട് സ്നേഹിക്കുകയാണ്, ഒരുപാട് ഒരുപാട് സ്നേഹിക്കുകയാണ്. നിന്നെ സ്നേഹിച്ച് കൊതി തീരുന്നില്ല എൻ്റെ കർത്താവേ.
എൻ്റെ സമർപ്പണത്തെ അവിടുന്ന് ഏറ്റെടുക്കണമേ. എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. കൊതിയേറുന്നേ അരികിൽ വരാം, തിരുപാദത്തിൽ ചേർന്നിരിക്കാം. കൊതിയേറുന്നേ അരികിൽ വരാം, തിരുപാദത്തിൽ ചേർന്നിരിക്കാം. അതെന്റെ മാർവല്ലേ ചൂടെനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്. താതന്റെ മാർവല്ലേ ചൂടെനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്. ആരാധന 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 അന്തിമമായ അവൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി വീണ്ടും നമ്മെ തന്നെ അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആദരവോടെ നമുക്ക് തിരുസന്നിധിയിലായിരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതം നീ, നിത്യമഹോന്നതം നീ. ആരവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതം നീ, നിത്യമഹോന്നതം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതനേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തുതി പറഞ്ഞുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. നന്ദി കർത്താവേ, നന്ദി, നന്ദി. ഈ രാത്രിയിൽ ചൊരിയപ്പെട്ട വലിയ കൃപയോർത്ത്, വചന അഭിഷേകത്തെ ഓർത്ത്, ജ്ഞാനത്തിൻ്റെ വാക്കുകളെ ഓർത്ത്, ആരാധനയുടെ അഭിഷേകത്തെ ഓർത്ത്, സൗഖ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. നൈറ്റ്വിലൂടെ ലോകമെമ്പാടും അങ്ങ് ചൊരിഞ്ഞ വലിയ കൃപകൾക്ക് നന്ദി, നന്ദി, നന്ദി കർത്താവേ, നന്ദി. ആരാധന, 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. കരങ്ങളടിക്കാമോ? പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ, രക്ഷകനാ മിശിഹാദൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ, സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് മഹത്വം മുഴുവനും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നന്ദിയുടെ ഗാനം ആലപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിനെ ആരാധിക്കാം. ഒരു ഹാലലുയ പറയാമോ? ഹാലലുയ. സ്വരമെത്തി ഹാലലുയ. കരങ്ങൾ ചലിപ്പിച്ച് ഹാലലുയ. നന്ദിയുടെ ഈരടിയിൽ പാടി നമുക്ക് പ്രാർത്ഥിക്കാം. കരമടിക്കുക. കരമൊന്ന് ഉയർത്തിയടിക്കാമോ? ദിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. കരങ്ങൾ താഴ്ത്തി. അതു ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. ചൊല്ലിടുവാൻ പാരിന സാധ്യമോ? ഹല്ലേലൂയ.